ടെലിവിഷൻ പരിപാടികളിലും സിനിമകളിലുമെല്ലാം സജീവമാണ് നടി ശ്വേത മേനോൻ. ആമീർ ഖാൻ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കൊപ്പവും ശ്വേത മേനോൻ അഭിനയിച്ചിട്ടുണ്ട്. എങ്കിലും ബോളിവുഡിലെ ശ്വേതയുടെ കരിയറിന് അധികകാലം ആയുസുണ്ടായിരുന്നില്ല. ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ ശ്വേത മേനോൻ തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്. ബോളിവുഡിൽ താൻ വളരാത്തതിന് കാരണം തന്റെ തന്നെ പിഴവുകളാണെന്ന് ശ്വേത മേനോൻ തുറന്നു പറയുന്നു. മുൻപൊരിക്കൽ ഒരു ടെലിവിഷൻ പരിപാടിക്കിടെയാണ് ഇതേക്കുറിച്ച് ശ്വേത മേനോൻ വിശദീകരിച്ചത്. താൻ പ്രൊഫഷണൽ ആയിരുന്നില്ല എന്നും 2007 തൊട്ടാണ് താൻ കുറച്ചുകൂടെ സീരിയസ് ആയതെന്നും ശ്വേത പറയുന്നു. അതിനു മുൻപ് തന്റെ കരിയറിൽ നടന്നതെല്ലാം താൻ ആസ്വദിക്കുകയായിരുന്നുവെന്നാണ് ശ്വേത പറയുന്നത്. ബോളിവുഡിൽ തനിക്ക് നല്ല ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ തനിക്കത് അന്ന് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലായിരുന്നുവെന്നും നടി കൂട്ടിച്ചേർത്തു. ആദ്യ സിനിമയിൽ ആമീർ ഖാന്റെയും അജയ് ദേവ്ഗണിന്റെയും കൂടി ഒരു പാട്ടാണ് ചെയ്തതെന്നും ശ്വേത പറയുന്നുണ്ട്. ആമീർ ഖാനും അജയ് ദേവ്ഗണും ഒക്കെ നല്ല വ്യക്തികളാണെന്നും ബോളിവുഡിലെത്തിയതിന്റെ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നില്ല എന്നും ബോളിവുഡ് കുറെ കൂടി ലാർജർ ദാൻ ലൈഫ് ആണെന്നും ശ്വേത മേനോൻ പറയുന്നു. തനിക്കെന്ന് PR ഒന്നും ഉണ്ടായിരുന്നില്ല. ആമീർ ഖാൻ തനിക്ക് 1-2 പടമൊക്കെ ഓഫർ ചെയ്തു. ഷാരൂഖ് ഖാനൊപ്പമുള്ള സിനിമയും ഉറപ്പായിരുന്നു. അതിനായി ഒപ്പുവെക്കുകയും ചെയ്തു. പക്ഷെ താനന്ന് പോയില്ല എന്നും അക്കാര്യമൊക്കെ ആമീർ ഖാൻ ഇന്നും പറയുമെന്നും ശ്വേത പറയുന്നുണ്ട്. ആമീർ ഖാൻ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കരിയറിനെ സീരിയസ് ആയി കാണാത്തതിൽ ഇവരെല്ലാം തന്നെ കളിയാക്കാറുണ്ട്. ബോളിവുഡിൽ നല്ല തുടക്കമാണ് കുറിച്ചത്. പക്ഷെ താനത് ഗൗരവമായി എടുത്തില്ല എന്നത് ശരിയാണ്. പക്ഷേ അതിൽ തനിക്ക് പശ്ചാത്താപമില്ല. ഇപ്പോൾ താൻ സന്തോഷവതിയാണ്. അതേസമയം ഇന്നാണ് ബോളിവുഡിൽ തുടക്കം കുറിച്ചതെങ്കിൽ കുറെ കൂടി ശ്രദ്ധിച്ചേനെയെന്നും ശ്വേത മേനോൻ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം സിനിമാ രംഗത്ത് തന്റേതായ ഒരു സ്ഥാനം ഇന്ന് ശ്വേത മേനോനുണ്ട്. ജനപ്രീതിയും പുരസ്കാരങ്ങളും ഒക്കെ ലഭിച്ച ഒരുപിടി കഥാപാത്രങ്ങൾ ചെയ്യാൻ ശ്വേതയ്ക്ക് സാധിച്ചു. ശ്വേത അഭിനയിച്ച പാലേരി മാണിക്യം, ഒരു പാതിര കൊലപാതകം, സോൾട്ട് ആൻഡ് പെപ്പർ, ഒഴിമുറി, ഇത്രമാത്രം തുടങ്ങിയ സിനിമകളെല്ലാം കലാമൂല്യമുള്ള ചിത്രങ്ങളാണ്. എങ്കിലും വിവാദങ്ങളും ഗോസിപ്പുകളും എല്ലാം ശ്വേതയുടെ കരിയറിലുടനീളം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്വേതയ്ക്ക് സാധിച്ചു. 1991 പുറത്തിറങ്ങിയ അനശ്വരം എന്ന സിനിമയിലാണ് ശ്വേത മേനോൻ ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് മുംബൈയിൽ മോഡലിംഗിൽ ശ്രദ്ധ നൽകിയ ശ്വേത മേനോൻ 1994 മിസ് ഇന്ത്യ മത്സരത്തിൽ 3ാം റണ്ണറപ്പുമായിരുന്നു. ചില ബോളിവുഡ് സിനിമകളിൽ ശ്വേത മേനോൻ അഭിനയിച്ചിട്ടുണ്ട്. അശോക, മക്ബൂൽ, കോർപ്പറേറ്റ് തുടങ്ങിയ ബോളിവുഡ് സിനിമകളിലെല്ലാം ശ്വേതയും അഭിനയിച്ചു. 2006 തന്ത്ര എന്ന സിനിമയിലൂടെയാണ് ശ്വേത മേനോൻ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. പിന്നീട് കൈനിറയ അവസരങ്ങൾ നടിക്ക് മലയാളത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. 2ാം വരവിലാണ് ശ്വേതയ്ക്ക് മലയാളത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചത്. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകാൻ ഇതിനുശേഷം ശ്വേതയ്ക്ക് കഴിഞ്ഞു. ടെലിവിഷൻ ഷോകളിലും ശ്വേത സാന്നിധ്യം അറിയിച്ചു. കുടുംബത്തോടൊപ്പം ഇപ്പോൾ മുംബൈയിലാണ് ശ്വേത മേനോൻ താമസിക്കുന്നത്. സിനിമകളിൽ പഴയ പോലെ സജീവമായി ഇപ്പോൾ ശ്വേത മേനോനെ കാണാറുമില്ല. തനിക്ക് സിനിമയിൽ നിന്നും അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ശ്വേത മേനോൻ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.